പിന്നീട് നിത്യനഗരമായ റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ട് തൻ്റെ ആഗ്രഹം ഉണർത്തിച്ച സംഭവങ്ങളെക്കുറിച്ച് പുണ്യവതി തൻ്റെ ആത്മകഥയിൽ എഴുതുന്നു. പരിശുദ്ധ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൾ അപേക്ഷിച്ചു, എത്രയും പരിശുദ്ധ പിതാവേ, വലിയൊരു ആനുകൂല്യം എനിക്ക് അങ്ങയോട് അപേക്ഷിക്കാനുണ്ട്. അങ്ങയുടെ ജൂബിലിയുടെ ബഹുമാനത്തിനായി 15-ാം വയസ്സിൽ കർമ്മലാമഠത്തിൽ പ്രവേശിക്കുവാൻ എന്നെ അനുവദിക്കണമേ. മാർപ്പാപ്പ മോൺസിഞ്ഞോർ റബ്രോണിയിൽ നിന്നും തെരേസ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാക്കി പറഞ്ഞു, കൊള്ളാം കുഞ്ഞെ, അധികാരികൾ പറയുന്ന പോലെ ചെയ്യുക. അവൾ വീണ്ടും അപേക്ഷിച്ചു, എത്രയും പരിശുദ്ധ പിതാവേ, അങ്ങ് സമ്മതിച്ചാൽ പിന്നെ യാതൊരു പ്രതിബന്ധവും അവശേഷിക്കുകയില്ല. മാർപ്പാപ്പ ഉത്തരമായി പറഞ്ഞു, കൊള്ളാം, അങ്ങനെ തന്നെ ആവട്ടെ. നല്ല ദൈവം കനിയുന്ന പക്ഷം നീ പ്രവേശിക്കും. മാർപ്പാപ്പയുടെ മറുപടിയിൽ നിന്ന് തൻ്റെ സങ്കടം ഉണർത്തിക്കാൻ തുനിഞ്ഞപ്പോഴേക്കും അടുത്തു നിന്ന പ്രഭു സൈന്യത്തിലെ അംഗങ്ങൾ അവളെ എഴുന്നേൽപ്പിച്ചു. അവളുടെ സന്ദർശന സമയം കഴിഞ്ഞിരുന്നു. അവൾ വീട്ടിൽ മടങ്ങിയെത്തി ദൈവതിരുമനസ്സിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് അവൾ ദിനങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരുന്നു. തൻ്റെ കർമ്മല പ്രവേശനത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് കൊച്ചു തെരേസ്യ എഴുതി, ഞാൻ കർമ്മലമഠത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതിൽ പൗളിന് പ്രതിയല്ല, യേശുവിനെ പ്രതി മാത്രമാണ്. റോമായാത്രയിൽ വെച്ചുണ്ടായ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ ലോകത്തിലെ സന്തോഷവും മഹത്വവും നൈഷമികമാണെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ വാക്കുകൾ സാക്ഷാൽ മഹത്വം അടങ്ങിയിരിക്കുന്നത് ആത്മാവിലാണെന്നും നാമത്തിലല്ലെന്നും എനിക്ക് മനസ്സിലായി. കർത്താവ് തൻ്റെ ദാസന്മാർക്ക് വേറൊരു നാമം നൽകും എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ടല്ലോ. യേശുവിനോടുള്ള സ്നേഹനിമിത്തം ഇഹത്തിൽ ഏറ്റവും ദരിദ്രനും വിസ്മൃതനുമായി കഴിയുവാൻ ആഗ്രഹിച്ചവന് സ്വർഗത്തിൽ 1-ാം സ്ഥാനം ലഭിക്കും. അവനായിരുന്നു ഏറ്റവും കുലീനനും സർവോപരി സമ്പന്നനും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. ശംശിയായിരിക്കും, സ്തുതിയായിരിക്കും.